ഹായ് ഗായ്സ്, നമുക്ക് എക്സിബിഷൻ കാണാൻ പോയാലോ. എക്സിബിഷനിൽ പോയ ആൾക്കാർക്ക് അറിയാം, തുടങ്ങണത് തന്നെ രാജസ്ഥാനി കളക്ഷൻസിൽ നിന്ന് രാജസ്ഥാനി ബെഡ്ഷീറ്റ് അങ്ങനെ ഒക്കെ ആയിട്ട് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങാമെന്നറിയാമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് തുണികളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു, പാത്രങ്ങളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു, പേഴ്സുകളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു, പഴയകാല മിഠായികൾ. ഞങ്ങളിതൊക്കെ കണ്ടു, ഒന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ. ഈ സാധനമൊക്കെ ഞാൻ ചെറുപ്പത്തിൽ മേടിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്ന, കസിൻസ്, എൻ്റെ അനിയൻ, പിന്നെ മേമയുടെ മോൻ, ആൻറ്റിയുടെ മോൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ അനിയന് ചീപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ വാങ്ങണ്ടായിരുന്നത്. ഞാനൊന്നും മേടിച്ചൊന്നുമില്ല. ഇത് പിന്നെ മേമയ്ക്ക് ബുക്ക് മേടിച്ച, പക്ഷേ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മറക്കും, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഞാൻ മറക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്ന് അങ്ങനെ ഈ ഒരു റൈഡൊക്കെ പോകുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെ എത്തി. അപ്പോൾ ഇതാ പുതിയതായിട്ട് ഈ കൊല്ലം വന്നിട്ടുള്ളൊരു റൈഡാണ്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല എക്സിബിഷന്, ഈ കൊല്ലം ആദ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഞാൻ ഇതിനേക്കാൾ മുന്നേ ഹസ്ബൻഡിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിതിൽ കണ്ടപ്പോൾ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെ വരുമ്പോൾ ഞങ്ങളെന്തായാലും എല്ലാ കൊല്ലവും ഞാൻ 2-3 പ്രാവശ്യം എന്തായാലും എക്സിബിഷൻ പോകാറുണ്ട്. അപ്പം പിന്നെ വരുമ്പോൾ കയറാം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ഇവരിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ദൈവമേ, ഇവരുടെ ഓളി കണ്ടോടുകൂടി ദൈവമേ എന്തുകൊണ്ട് നന്നായി ഞാൻ കയറാഞ്ഞത് എനിക്ക് തോന്നി. അതേമാതിരിയായിരുന്നു കിടന്ന് ഓളിട്ടുകൊണ്ടിരുന്ന. ഒന്നാമത്തെ ആരും കയറുണ്ടായിരുന്നില്ല, പേടിയായിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇവർ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വേറെ 2-3 ടീം കൂടി വന്നിട്ട് ഇത് ഓണാക്കിയത് തന്നെ. അത് കഴിഞ്ഞ് ഇവരുടെ ഓളി എന്തൊരു ഓളിയായിരുന്നു എന്നറിയോ. കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് അവിടേക്കും ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പം എൻ്റെ അനിയൻ പറയും, ആ ബെൽറ്റ് നമ്മൾ ഇട്ടോക്കണം, ബെൽറ്റിൻ്റെ ആ ഒരു ബെൽറ്റിൽ ആണ് നിൽക്കണേന്ന്. ആ ബെൽറ്റ് അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് നിലത്തേക്ക് വീഴായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് മടി, പിന്നെ എന്തെങ്കിലുമൊക്കെ വയ്യായ അങ്ങനെ ഇങ്ങനെ വന്നൊക്കെ നിൽക്കട്ടെ. അത് കാരണം കൊണ്ടാണ് ഇനി ഇങ്ങോട്ട് ഇവിടുന്ന് ഡെയിലി വീഡിയോ ഉണ്ടാവും. എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിക്കാം, എങ്ങനെയുണ്ട്, ഇനി നിങ്ങൾക്ക് കയറണമെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ എനിക്ക് കുറച്ച് നേരം നിൽക്കട്ടെ, തല കറങ്ങണമെന്നൊക്കെ പറയണം ഇവനോ. അതെ, എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് ഒരു ബജ്ജി കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബജ്ജിയൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റോളുകളൊക്കെ കണ്ട്. പിന്നെ എൻ്റെ അനിയന് ചായ വേണമെന്ന് പറഞ്ഞു. ലാസ്റ്റായപ്പോൾ ഒരു ചായ കട ഉണ്ടായതുകൊണ്ട് ചായ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയൻ ഭയങ്കര ചായ പ്രാന്തനായതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചായയും മേടിച്ച്, പിന്നെ 35 രൂപയുടെ പാനിപ്പൂരി 80 രൂപയ്ക്ക് മേടിച്ച് അതും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, നമുക്ക്